ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സൗജന്യ സോറിയാസിസ് മെഡിക്കൽ ക്യാമ്പ്. കേരളത്തിലെ ലീഡിംഗ് സ്കിൻ കെയർ നെറ്റ്വർക്കായ ഡോക്ടർ സ്കിന്നിന്റെ എല്ലാ ശാഖകളിലും ഡിസംബർ 15 മുതൽ 22 വരെ പ്രഗത്ഭ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷൻ. മെഡിസിനും പ്രൊസീജിയേഴ്സിനും 10% ഡിസ്കൗണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. തിമിരം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KV രാജു. തിമിരം ശസ്ത്രക്രിയ കൊണ്ട് പൂർണ്ണമായി സുഖപ്പെടുത്തുവാൻ സാധിക്കും. ഓരോ രോഗിയുടെയും ആവശ്യം, കാഴ്ചക്കുറവിൻ്റെ തോത്, തിമിരം നേത്ര ലെൻസിനെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നീ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ശസ്ത്രക്രിയയ്ക്ക് പാകമായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ശസ്ത്രക്രിയ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആവശ്യം വേണ്ട പരിശോധനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. സ്കാൻ, അതായത് തിമിരം ബാധിച്ച നേത്ര ലെൻസ് നീക്കം ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ചു കൊടുക്കുന്ന ഇൻട്രാ ഒക്കുലാർ ലെൻസിൻ്റെ ശക്തി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് സ്കാൻ എന്ന പരിശോധന ചെയ്യുന്നത്. കണ്ണിൻ്റെ മർദ്ദം അളക്കൽ, പീളസഞ്ചിയുടെ പ്രവർത്തനം വിലയിരുത്തൽ, രോഗിക്ക് രക്താതിസമ്മർദ്ദമുണ്ടോ എന്ന് നോക്കൽ, പ്രമേഹമുണ്ടോ, എയ്ഡ്സിൻ്റെ ടെസ്റ്റുകൾ, മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റുകൾ മുതലായവയാണ് ഓപ്പറേഷന് മുൻപ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിശോധനകൾ. ശസ്ത്രക്രിയയ്ക്ക് തൊട്ടു മുൻപ് ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗം തരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുമ്പെല്ലാം തരിപ്പിക്കുന്നതിന് ആവശ്യമായ മരുന്നുകൾ നേത്രഗോളത്തിന് സമീപം കുത്തിവയ്ക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്ന് തരിപ്പിക്കുന്ന തുള്ളിമരുന്നുകൾ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപ് ഇറ്റിച്ചു കൊടുക്കുന്ന രീതിയാണുള്ളത്. തിമിരം ബാധിച്ച നേത്ര ലെൻസ് എടുത്തു മാറ്റിയതിന് ശേഷം മനുഷ്യനിർമ്മിതമായ ഇൻട്രാ ഒക്കുലർ ലെൻസ് തൽസ്ഥാനത്ത് വെച്ചു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. തിമിരം ബാധിച്ച നേത്ര ലെൻസ് നീക്കം ചെയ്യുന്നതിനുള്ള രീതിയിലും ഇൻട്രാ ഒക്കുലർ ലെൻസിൻ്റെ നിലവാരത്തിലും പല നൂതന മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ലെൻസ് ഒന്നായിട്ട് തന്നെ നേത്രഗോളത്തിനകത്തു നിന്നും എടുത്തു മാറ്റുന്നതിന് പകരമായി ലേസർ എനർജി ഉപയോഗപ്പെടുത്തി ലെൻസിനെ കണ്ണിനകത്ത് വെച്ച് തന്നെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റി ഓരോന്നും ഫാക്കോ മിഷൻ എന്ന നൂതന യന്ത്രത്തിൻ്റെ സഹായം കൊണ്ട് വലിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. നേത്രപടലത്തിൽ 2.5 മുതൽ 3 മില്ലിമീറ്റർ വരെയുള്ള ഒരു മുറിവ് മാത്രം മതി എന്നതാണ് ഈ ശസ്ത്രക്രിയ കൊണ്ടുള്ള മെച്ചം. ഓപ്പറേഷൻ കഴിഞ്ഞ് ആസ്പത്രിവാസം ഒഴിവാക്കി അന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാം. ഇൻട്രാഒക്കുലർ ലെൻസിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റിജിഡ് ലെൻസുകൾക്ക് പകരം ഫോൾഡബിൾ ലെൻസാണ് ഇന്ന് വയ്ക്കുന്നത്. ഈ ഫോൾഡബിൾ ലെൻസ് മടക്കി ചെറിയ ഇൻസിഷനിൽ കൂടി കണ്ണിൻ്റെ അകത്തേക്ക് കൃത്യമായ സ്ഥാനത്ത് തന്നെ സ്ഥാപിക്കുവാൻ സാധിക്കുന്നു. ദൂരക്കാഴ്ചയ്ക്കും അടുത്ത കാഴ്ചയ്ക്കും പറ്റിയ മൾട്ടിഫോക്കൽ ലെൻസുകളും ഇന്ന് ലഭ്യമാണ്. സാധാരണ നിലയ്ക്ക് ഇൻട്രാഒക്കുലർ ലെൻസ് വെച്ചാൽ വായിക്കാൻ കണ്ണട വയ്ക്കേണ്ടി വരും. മൾട്ടിഫോക്കൽ ലെൻസാണ് വയ്ക്കുന്നതെങ്കിൽ വായിക്കാനായിട്ട് പ്രത്യേക കണ്ണട വയ്ക്കേണ്ടതില്ല. ഇപ്രകാരമുള്ള ആധുനിക ചികിത്സാ രീതികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. തിമിരമുണ്ടായാൽ കൃത്യസമയത്ത് തന്നെ ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അത് നേത്രഗോളത്തിനകത്തിരുന്ന് പൊട്ടുകയും പല രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. അതുമൂലം അന്ധത ബാധിക്കുവാനും സാധ്യതയുണ്ട്. ആയതിനാൽ ചികിത്സ നീട്ടിക്കൊണ്ടുപോകാതെ കൃത്യമായ ഇടപെടലുകൾ നടത്തി എല്ലാവരും കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തണം. തിമിരം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KV രാജു. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.